ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ എന്ന ജോൺറ ആണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. സെയിം ടോപ്പിക് ഇന്നലെ ഇംഗ്ലീഷിൽ ചെയ്തിരുന്നു. റിലേറ്റഡ് വീഡിയോസിനെയൊക്കെ പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹോളോകാസ്റ്റ് ലിറ്ററേച്ചറിനെ കുറിച്ച് ഓക്സ്ഫോർഡ് നൽകുന്ന എക്സ്പ്ലനേഷൻ കാണാം. 1, ഇൻഡയറക്റ്റ് ആയിട്ട്. 2, ഒരു ഓർഡറുമില്ലാതെ, അതായത് ക്രോണോളജിക്കൽ ഓർഡറിലല്ലാതെ കഥാഭാഗങ്ങളെ പല കഷ്ണങ്ങളാക്കി. 3, ഇതേപോലുള്ള മറ്റ് ലിറ്റററി ടെക്നിക്സ് യൂസ് ചെയ്ത് ഒക്കെ ഇനി പറയുന്ന കാര്യങ്ങൾക്കിടയിൽ ഒരു മീഡിയേഷനായി നിൽക്കുന്ന ലിറ്ററേച്ചറാണ് ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ. ജീവിതത്തിനും മരണത്തിനുമിടയിൽ, സർവൈവലിനും മെമ്മറിക്കുമിടയിൽ, യുദ്ധം, അതിനുശേഷം എന്നീ സമയങ്ങൾക്കിടയിൽ ഒക്കെയുള്ള മീഡിയേഷൻ. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നാസി ജനസൈഡിനെ ലിറ്ററേച്ചറിൽ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇത്. ആ സംഭവത്തെ സംബന്ധിച്ച ഹിസ്റ്ററിയും ഇമാജിനേഷനും തമ്മിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. എന്നാൽ ആ സംഭവങ്ങളും എക്സ്പീരിയൻസസും നറേറ്റീവ്സ് ആകേണ്ട ആവശ്യവുമുണ്ട്. ഇതിന്റെ ഇടയിൽ സെൽഫ് റിഫ്ലെക്സീവും ആംബിവാലന്റുമായ ലിറ്റററി റെപ്രസെന്റേഷൻ ഓഫ് ദാറ്റ് ഇറ ആയി ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ നിലനിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നാസി ജർമ്മനി നടത്തിയ ജനസൈഡിന്റെ റിപ്പർക്കേഷൻസിനെ കുറിച്ച് പറയുന്ന ലിറ്ററേച്ചറാണ് ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ. നൗ, ആസ് എക്സ്പെക്റ്റഡ്, ഈ ജോൺറയിൽ ആദ്യകാലം എഴുതിയതെല്ലാം അന്നത്തെ ഇവന്റിലെ ഡയറക്റ്റ് വിക്ടിംസ് ആണ്. ആദ്യകാല എഴുത്തുകളിലുള്ളത് ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് പോലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തുള്ള ഡയറീസ്, പിന്നെ സർവൈവേഴ്സ് എഴുതിയ പോയട്രി, നോവൽ പോലുള്ള റൈറ്റിംഗ്സ്, എക്സാമ്പിൾ അലക്സാണ്ടർ കിമൽ, ഇംറെ കെർട്ടസ് പോലുള്ളവരുടെ റൈറ്റിംഗ്സ്. പിന്നീട് സെക്കൻഡ് ജനറേഷൻ റൈറ്റേഴ്സ് വന്നു, സർവൈവേഴ്സിന്റെ മക്കൾ. അവരുടെ പേരൻസ് അനുഭവിച്ച ട്രോമ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ പാസ്റ്റിന്റെ എഫക്ട്സ് അവരുടെ ജീവിതങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അവരുടെ അനുഭവങ്ങളെയും അന്നത്തെ ജനസൈഡിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇവരെ കൂടാതെ പുറമേ നിന്നുള്ള എഴുത്തുകാരുമുണ്ട്. കൂടുതലായും അവർ കുട്ടികൾക്ക് വേണ്ടിയാണ് എഴുതിയത്, എങ്കിലും അല്ലാത്ത എഴുത്തുകളുമുണ്ട്. ഫാബ്രിക്കേറ്റഡ് ആയ മെമ്മറീസിനെ പറ്റിയാണ് അവർ എഴുതിയത് എന്ന ക്രിറ്റിസിസം വളരെയേറെ ഉയർന്നു വന്നു. ആർക്കൊക്കെ എന്തൊക്കെ എഴുതാനും എഴുതാതിരിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന ചോദ്യം ചർച്ച ചെയ്യപ്പെട്ടു. ചില ടോപ്പിക്സിൽ എഴുതാൻ ചിലർക്ക് മാത്രമേ കഴിയൂ എന്ന കോൺട്രവേഴ്സി പല ടോപ്പിക്സിന്റെയും കാര്യത്തിൽ ഉള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ജോൺറയിലെ ചില ഫേമസ് എക്സാമ്പിൾസ് കാണാം. ആദ്യം നേരത്തെ പറഞ്ഞ ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്, പിന്നെ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ യൂറോപ്യൻ ജ്യൂസ് റൗൾ ഹിൽബർഗ് എഴുതിയത്, എലി വീസൽ എഴുതിയ നൈറ്റ് എന്ന നോവൽ, മാർക്കസ് സൂസാക്ക് എഴുതിയ ദ ബുക്ക് തീഫ് എന്ന നോവൽ, ജെനിഫർ റോയ് എഴുതിയ യെല്ലോ സ്റ്റാർ എന്ന നോവൽ. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്, ഇനിയുമേറെ ഈ ജോൺറയിലുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ആയ ബുക്സിൽ ചിലതിൻ്റെ കവർ പേജസ് കാണാം. വിത്ത് ദാറ്റ്, ഈ ടോപ്പിക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.